ഹലോ കൂട്ടുകാരെ, മാക്കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഇപ്പോൾ ചൂടുള്ള ടൈമൊക്കെ അല്ലേ, അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഒരു കൂളായിട്ട് തണുത്തൊരു ഷേക്ക് ഉണ്ടാക്കിയല്ലോ. വേറെ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ചെറുതായിട്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ളത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ഷേക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഇതുപോലെ 3 പഴം എടുക്കുന്നുണ്ട്. നല്ലപോലെ പഴുത്ത പഴം വേണം എടുക്കാനായിട്ട്. ഇൻ കേസ് ചെറിയ പച്ചക്കാണെന്നുണ്ടെങ്കിൽ, പച്ചപ്പുണ്ടെങ്കിൽ ഷേക്കിന് അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നല്ല പഴുത്ത 3 പഴം എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ട് ഇതുപോലൊരു ബൗളിലോട്ട് ഓരോന്നോരോന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് അതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കല്. അത് മിക്സിയിലിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഷേക്കിന് നല്ലപോലെ അരച്ചെടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു പരിപാടി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് 3 പഴം ഇതുപോലെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി കുറച്ച് ബദാം എടുത്തിട്ട് അതുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇടിച്ച് പൊടിച്ചെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെക്കണം. ഇനി നമുക്കിതെല്ലാം മിക്സിയിലിട്ട് നമ്മളുടെ ഷേക്കിൻ്റെ ഒരു പരുവത്തിൽ അടിച്ചെടുക്കാം. പഴം നല്ല അരിഞ്ഞ പഴം എല്ലാം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് പഞ്ചസാര, ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. മധുരം എത്രത്തോളം ഇട്ട് കൊടുക്കുക പാകത്തിന്. ഒരുപാട് മധുരമായി പോയാലും അതിന് ടേസ്റ്റ് ഇല്ലാതെ വരും. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു ചെറിയ പാക്കറ്റ് ബൂസ്റ്റ് ഇടുന്നുണ്ട്. ഞാൻ 2 പാക്കറ്റ് ബൂസ്റ്റ് പൊടി ഇതുപോലെ പൊടിച്ചിടുന്നുണ്ട്. ഇനി ഇതിൽ മെയിനായിട്ട് വേണ്ടത് പാലാണ്. കട്ടപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ നല്ല കുറുകിയൊരു പരുവത്തിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കട്ടയാക്കിയ പാലിൽ ഒഴിച്ച് കൊടുത്ത് മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് പാകത്തിന് മധുരം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് നോക്കിയിട്ട് കുറച്ച് മധുരം കൂടി ഇട്ട് നല്ലപോലെ അടിച്ചെടുത്താൽ നമ്മുടെ ഈ ചൂട് കാലത്ത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ഷേക്ക് കിട്ടും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാം കൂടി ചേർക്കുന്നുണ്ട്. ബദാമും പിന്നെ 1 ടേബിൾ സ്പൂൺ തേനൂടി ചേർക്കുന്നുണ്ട്. അതുകൂടി ആകുമ്പോഴത്തേനും നമ്മുടെ ഷേക്ക് ഓൾമോസ്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഐസ്ക്രീം കൂടെ ആണെങ്കിൽ വേറെ ഒന്നും വേണ്ട, അടിപൊളിയായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.